أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. تفسير الجلالين 33-ാമത്തെ സബഖ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألم تر أن الله سخر لكم ما في الأرض والفلك تجري في البحر بأمره ويمسك السماء أن تقع على الأرض إلا بإذنه إن الله بالناس لرؤوف رحيم. ഇനി പറയാം. നേരത്തെ ആയത്തിൽ മുഅ്മിനീങ്ങളെ അല്ലാഹു സഹായിക്കും പറഞ്ഞു. ആ സഹായിക്കാനുള്ള കഴിവ് അള്ളാഹ്ക്കുണ്ട് എന്ന് പറഞ്ഞാൽ 3 ലക്ഷ്യങ്ങൾ അള്ളാഹു തആല പറഞ്ഞു. 4 ലക്ഷ്യങ്ങൾ. ഇനി അടുത്ത ലക്ഷ്യം അള്ളാഹ് പറയുന്നത്, അലം തറ, നിങ്ങൾ കണ്ടിട്ടില്ലേ, അന്നല്ലാഹ, നിശ്ചയം അല്ലാഹു സുബ്ഹാനഹു വ തആല, സഖറ ലക്കും, നിങ്ങൾക്ക് വഴിപ്പെടുത്തി തന്നു, മാ ഫിൽ അർളി, ഭൂമിയിൽ എന്തെല്ലാം വസ്തുണ്ട് അതൊക്കെ അള്ളാഹ് നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നു. മിനൽ ബഹായിം, മൃഗങ്ങളാൽ. ബഹായിം നാക്കാരി മൃഗങ്ങൾ, മറ്റുള്ള മൃഗങ്ങളൊക്കെ പെടും ഈ ബഹായിം, അൽ ബഹായിമാണ്. അപ്പം ബഹായിമിനെ നമ്മൾ എന്താണ് അള്ളാഹ് നമുക്ക് വഴിപ്പെടുത്തന്ന്, ആടുമാൻ മൃഗങ്ങളായ ആന, സിംഹം, പുലി, ഇതൊക്കെ പലർക്കും പലരും കളിപ്പിക്കുന്നുണ്ടല്ലോ. ആനയെ എപ്പോഴും നമ്മൾ കൊണ്ടടക്കുന്നുണ്ട്. ഇന്നലെ വൽഫുൽക അസ്സുഫന, കപ്പലുകളെയും, തജ്രി, ആ കപ്പലുകൾ സഞ്ചരിക്കുന്നു, ഫിൽ ബഹരി, സമുദ്രത്തിൽ കൂടി, ഒരേ കാറ്റിൽ കൂടി. പഴയ കാലത്ത് പായ കപ്പൽ മുന്നും പിന്നും കിഴക്കും പടിഞ്ഞാറും തെക്കും വടക്കും ഇങ്ങനെ സഞ്ചരിക്കുന്നുണ്ടല്ലോ. അത് ആണ്ടുപോകുന്ന അടിയിലോട്ടില്ല. ഈ റുക്കൂബി, വാനം കയറാൻ വേണ്ടിയതായ യാത്രയ്ക്ക് വേണ്ടി, വൽ അന്നി, അതുപോലെ തന്നെ ചരക്കുകളുടേതായ ഇറക്കുമതിക്ക് വേണ്ടി, കയറ്റുമതിക്ക് വേണ്ടിയും, വൽ അന്നി, ചരക്കുകൾ കയറ്റുമതി ചെയ്യുക, അല്ലെ ചരക്കുകൾ ഇറക്കുമതി ചെയ്യുക, അതിന് ചുമന്ന് കൊണ്ടുവരിക. അപ്പം എന്താണ്, ചരക്കുകൾക്ക് വേണ്ടിയും സഞ്ചാരത്തിന് വേണ്ടി, ജനങ്ങളുടെ സഞ്ചാരത്തിന് വേണ്ടിയൊക്കെ കപ്പൽ അള്ളാഹു വഴിപ്പെടുത്തുന്നു. ഈ അമ്പി അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം, ഇതിന് അള്ളാഹിന് വേണ്ടുക പ്രകാരം, അവൻ പിടിച്ചു വെക്കുന്നു ആകാശത്തെ. പിന്നെ അള്ളാഹ് ഭൂമിയുടെ നേരെ ആകാശങ്ങളുണ്ട്, ഒരുപാട് ഗോളങ്ങളുണ്ട്, എത്രയോ ഗോളങ്ങളില്ലേ. ആ ഗോളം ഭൂമിയിലോട്ട് അങ്ങ് വീണിട്ട് നമ്മൾ നശിച്ചു പോവുക. സൂര്യനുണ്ട്, ചന്ദ്രനുണ്ട്, അതുപോലെ തന്നെ ചൊവ്വയുണ്ട്, അതുപോലെ തന്നെ പല നിലക്കുള്ളതായ ബുധനുണ്ട്, ശുക്രനുണ്ട്, ഒരുപാട് ഗോളങ്ങളുണ്ട്. ആ ഗോളം താഴോട്ട് വീണാൽ ഭൂമി നശിച്ചു പോകില്ലേ. ഭൂമിയേക്കാൾ വിൽപ്പള്ളതായ വസ്തുക്കളല്ലേ സൂര്യനൊക്കെ തന്നെ. ഇങ്ങനെ അള്ളാഹുത്തല താഴോട്ട് തള്ളിലെല്ലപ്പെട്ട് വീണത്തിൽ അള്ളാഹുത്തല പിടിച്ചു വെക്കുക. എന്തിനൊക്കെ മിൻ അന്തകാലി, ഭൂമിയിലോട്ട് വീഴലിനെ തൊട്ട്, ഭൂമിയിലേക്ക് വീഴലിനെ തൊട്ട്. മിൻ അന്തകാന്ന മിൻ അന്തക, വീഴലിനെ തൊട്ട് എന്നർത്ഥം വെക്കുക. അല്ലെങ്കിൽ മറ്റു തഫ്സീർ ഔ മിൻ അന്തകാഞ്ച മിൻ ലി അല്ലാതക, ലി അല്ല പേടുന്ന മിൻ എന്താണ് അന്തക, ഒന്ന് തഫ്സീർ വീഴലിനെ തൊട്ട്. അല്ലെങ്കിൽ അല്ലാതക, മിൻ അല്ലാതക, മിൻ അൻ അല്ലാത്തക്ക, മിൻ ലി അല്ല, മിന്നാണ് വെക്കേണ്ടത്, ലി അല്ലാത്തക്ക. അപ്പോൾ മിൻസുക്ക സമാ ലി അല്ലാത്തക്ക ഉണ്ടാവും. അപ്പം തഫ്സീർ, ആദ്യ തഫ്സീർ മിൻ അന്തക, വീഴലിനെ തൊട്ട്. രണ്ടാം തഫ്സീർ എന്താണ്, മിന്നുണ്ടാവും മിൻസു സമാ ലി അല്ലാത്തക്ക എന്നത് ഭൂമിയിൽ വീഴാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ 2 തഫ്സീറാണ്. ഇല്ലാ ഇതിന് അള്ളാഹിന് വേണ്ടുകയില്ലാതെ അങ്ങനെ വീണുട്ടാരോ ഫതഹുലുക്കു, അവരൊക്കെ നശിച്ചു പോകും. ഫതഹുലുക്കു, അപ്പോൾ അവൻ നശിക്കും. അതില്ലാതിരിക്കാൻ വേണ്ടി ഫതഹുലുക്കു, അല്ലെങ്കിൽ ഫതഹുലുക്കു, അപ്പം നിങ്ങൾ നശിക്കും. അതിന് ഹരക്ക യഹുലുക്കു, യഹുലുക്കാൻ യഹുലുക്കുന്ന തഹുലുക്കു, തഹുലുക്കൂന തഹുലുക്കു, അപ്പം എന്താണ്, നിങ്ങൾ നശിക്കും. ഫതഹുലുക്കു, അപ്പം നിങ്ങൾ നശിക്കും. ഇനി ഫതുഹ്ലിക്കു എന്ന് വായിക്കുക, അപ്പം നിങ്ങൾ അത് നശിപ്പിക്കും എന്ന് വായിക്കാം. എങ്ങനെയും വായിക്കപ്പോൾ തൂലിക്കു, അപ്പം നിങ്ങൾ അത് നശിപ്പിക്കും. അല്ലെ ഫതഹുലുക്കു, നിങ്ങൾ അത് നശിച്ചു പോകും. അല്ലെ ഇന്നല്ലാഹ, അപ്പം ഫതൂലിക്കൂനാന്നുണ്ടായിരുന്നു, നൂനെക്കാട്ടി ജസ്മ, ഫതൂലിക്കപ്പം നിങ്ങൾ നശിക്കും. ഇന്നല്ലാഹ, നിശ്ചയം അല്ലാഹു തആല ബിന്നാസി, ജനങ്ങളെപ്പറ്റി ലറഊഫുൻ, ജനങ്ങൾക്ക് ലറഊഫുൻ, വളരെയധികം കരുണ ചെയ്യുന്നവനാണ്. റഹീമുൻ, കരുണ ചെയ്യുന്നവനാണ്. റഊഫ്, വല്ലാതെ കരുണ ചെയ്യുന്നവൻ. റഹീം, കരുണ. പിത്തസ്വീരി, അള്ളാഹുത്തെ ഇതൊക്കെ കീഴ്പിടിച്ച് തന്ന വിഷയത്തിനും പോലെ നിംസാക്കി, ആകാശം താഴോട്ട് വീലിനത്തോട് പിടിച്ചു വെക്കുന്ന വിഷയത്തിൽ അള്ളാഹുത്തെ വളരെയധികം കരുണ ചെയ്യുന്നവനാണ്.
അള്ളാഹു നമുക്ക് വേണ്ടി ചെയ്യാതൊക്കെ വലിയ അനുഗ്രഹം. ഈ അള്ളാഹുവിനെ ഏകനാക്കിക്കൂടെ എന്നാണ് ചോദിക്കുന്നത്. ബഹുവല്ലതി അള്ളാഹുരത്തന അയ്യാക്കും. പിന്നെ അള്ളാഹിനെ കുതിരത്ത് പറയുക, നിങ്ങൾ അള്ളാഹുവിൻ്റെ ജീവൻ നൽകി, അള്ളാഹ് നിങ്ങളെ ജീവിപ്പിച്ചു. ബിൽ ഇൻഷായി ഉണ്ടാക്കൽ, അള്ളാഹ് നിങ്ങളെ സൃഷ്ടിച്ച് ഉണ്ടാക്കി, അപ്പം നിങ്ങൾ ജീവൻ ഉണ്ടായി. തുമ്മയുമീത്തുക്കും, പിന്നെ അള്ളാഹ് മരിപ്പിക്കും. ഇന്തിഹായി ആചാരിക്കും, നിങ്ങൾക്കുള്ള അവധി അവസാനിക്കുമ്പോൾ. തുമ്മയുഹീക്കും, പിന്നെ അള്ളാഹ് നിങ്ങൾ അയാത്താക്കും. ഇന്ദൽബഅസി, പുനർജന്മത്തിൻ്റെ സന്ദർഭത്തിൽ. ഇന്നൽ ഇൻസാന, നിശ്ചയം ഈ മനുഷ്യൻ അതായത് അൽ മുശ്രിക, ഈ മുശ്രിക്കായ അള്ളാഹുവിൽ പങ്കാളിത്തം ചേർക്കുന്ന ഈ മനുഷ്യൻ ലഗഫൂറൻ, വളരെ നിഷേധിയ, ഒന്നും മനസ്സിലാക്കുന്നില്ല, ഒരു ചുക്കും മനസ്സിലാക്കാത്തവനാണ്. ലിനിഅമില്ല, എന്തിന് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ തർക്കി തൗഹീദി, അള്ളാഹുവിൻ്റെ ഏകത്വത്തെ ഉപേക്ഷിക്കൽ കൊണ്ട് അവൻ അള്ളാഹുവിൻ്റെ തൗഹീദിനെ ഉപേക്ഷിക്കുക. അള്ളാഹിനെ കൂടെ വേറെ ദൈവങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആകെ ഇവരെ കുഴപ്പമുണ്ടാക്കുക. അള്ളാഹ് പറയാം, ലികുല്ലി ഉമ്മത്തിൻ ജഅൽനാ മൻസക ഹും നാസികൂഹു ഫലാ യുനാസിഅന്നക ഫിൽ അംരി വദ്ഉ ഇലാ റബ്ബിക ഇന്നക ലഅലാ ഹുദൻ മുസ്തഖീം. എന്നൊരു വിഷയം പറയുന്നത് തൗറാത്ത് ഇഞ്ചിയിൽ നൽകപ്പെട്ട ജൂത ക്രിസ്ത്യാനികളോട് അള്ളാഹ് പറയുന്നത്. ആ കൂട്ടത്തിൽ മറ്റുള്ളവർ പങ്കാളികളാണ്. ലികുല്ലി ഉമ്മത്തിൻ, എല്ലാ ഓരോ സമുദായത്തിനും ജഅൽനാ, നാം വെച്ചു. മൻസക്കൻ, എന്തിനെ മൻസക്കിനെ വെച്ചു? മൻസക്ക് എന്ന് പറഞ്ഞാൽ ഇബാദത്തിൻ്റെ, അതായത് ആരാധനാ കർമ്മങ്ങൾ വെച്ചിട്ടുണ്ട്, അതായത് ആരാധനാ വഴികൾ വെച്ചിട്ടുണ്ട്. മൻസക്ക് ആദ്യം മൻസക്കെന്ന് വയ്ക്കുക, ശരീരത്തെ നിയമാവലികൾ വെച്ചിട്ടുണ്ട്. അവർ നാസിക്കുഹു, അതിനവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു, ആ ശരീരത്തനുസരിച്ച് പ്രവർത്തിക്കുന്നു. ആമിനു നബി, അതനുസരിച്ച് അവർ പ്രാബൽ ചെയ്യുന്നവരാണ്. ഫലായിനാസി അന്നക്ക, അപ്പോൾ നിങ്ങളോട് അവർ തർക്കിക്കണ്ട, അപ്പോൾ അവർ നിങ്ങളോട് തർക്കിക്കാൻ വരണ്ട. ഇതുകൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടില്ല തുനാസിയും, നിങ്ങൾ അവരോട് അങ്ങോട്ട് തർക്കിക്കണ്ടാണ്. നേരെ ലായിനാസി എന്നക്ക നിശ, നിങ്ങൾ അവരോട് തർക്കിക്കണ്ടാന്ന്. ഫലായിനാസി എന്നക്ക നിങ്ങളോട് തർക്കിക്കണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ തുനാസിയോടും നിങ്ങൾ അവരോട് തർക്കിക്കണ്ട. ഫിൽ അംരി, അവരുടെ ആ കാര്യത്തിൽ. അംരി തബിയത്തി, അറബിൻ്റെ കാര്യത്തിൽ. അവരെന്താ പറയുന്നത്? ചത്തതും നമ്മൾ അറുത്തതുമായിട്ട് ചത്തതാണ് തിന്നാൻ ഔല ബന്ധപ്പെട്ടത്. കാരണം അത് ദൈവം അള്ളാഹ് എന്താണ് മരിപ്പിച്ചതല്ലേ എന്ന ഇങ്ങനെ ഒരു ഞുണ്ടി ന്യായം. നപ്പങ്ങൾ തറക്കിക്കണ്ട, അപ്പം തൽക്കാലം തറക്കിയാൽ നിന്നോളൂ. നീത് കാലുകൾ പറഞ്ഞു, മാ അള്ളാഹുത്തിനെ കൊന്ന് ആഹക്കു, ഏറ്റവും ബന്ധപ്പെട്ടാണ് ആ തൽക്കുരു, നിങ്ങളതിനെ ഭക്ഷിക്കൽ. മിമാ കത്തൽത്തും, നിങ്ങൾ കൊന്നതിനേക്കാൾ ഏറ്റവും നല്ല അള്ളാഹ് കൊന്നതിനെ തിന്നരാണ് ഏറ്റവും ന്യായം പറഞ്ഞത്. നിങ്ങൾ എന്ത് ചെയ്തോളി, അവരൊക്കെ സ്വഭാവങ്ങൾ മാറ്റും. അവരിപ്പം അവരോട് ശരിക്കും എതിർക്കാൻ പോയാൽ അവർ ഞുണ്ടി ഞാൻ പറഞ്ഞിട്ട് നമ്മൾ എതിർക്കുന്നത് വേണ്ട. നിങ്ങൾ എന്ത് ചെയ്യുമ്പോൾ നിങ്ങൾ ക്ഷണിച്ചോ ഇലാ റബ്ബിക, നിങ്ങളുടെ രക്ഷിതാവിൻ്റെ മാർഗത്തിലേക്ക്. ഇലാദീനി, അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക്, ദീനിലേക്ക്. അള്ളാഹിൻ്റെ ദീനാണ് ഇസ്ലാം ദീൻ. ഇന്നക നിങ്ങളുടെ ആരാഹുദൻ, നിങ്ങൾ സന്മാർഗത്തിനുള്ള ദീനിൽ മുസ്തഖിം, ചൊവ്വാൽ മരത്തില, നിങ്ങൾ വളരെ നേരെ ചൊവ്വാൽ മരത്തില നിങ്ങൾ അധിഷ്ഠിതമായി ഉൾക്കൊണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്കൊരു ബേജാറും വേണ്ട. വഹിൻജാതിരൂക്ക്, അവർ നിങ്ങൾ തർക്കിച്ചാൽ അമ്പിതിരി, അവരുടെ ദീനകാര്യത്തിൽ, ഈ ദീനകാര്യത്തിൽ ഫക്കുൽ, നിങ്ങൾ പറയൂ അള്ളാഹു അഅലമു, അള്ളാഹു ഏറ്റവും അറിയുന്നവനാണ്. ബിമാ തഅമലൂന, നിങ്ങൾ പ്രവർത്തിച്ച കാര്യത്തെപ്പറ്റി എന്ന് നിങ്ങൾ പറഞ്ഞേക്ക് എന്നാ കഴിഞ്ഞു. വൈജാതിക്കുമാരി, അതിനുമേൽ അള്ളാഹുവിന്റെ പ്രവചനം നൽകുന്നതാണ്. എന്നാൽ ഈ പറയപ്പെട്ട കാര്യം ഇപ്പോൾ വഹാദ കബരൽ അമ്രിബിൽ കിത്താരി, യുദ്ധം കൊണ്ട് കൽപ്പിക്കുമ്പോഴതായ ആയത്താണ്. ഒന്നും പറയണ്ട. പിന്നെ മക്കയിൽ നിന്നും ആട്ടി ഓടിക്കപ്പെട്ട് മദീനയിലെത്തി. മദീനയിൽ കുറച്ചൊക്കെ ഒരു ആയാസം കിട്ടിയപ്പോൾ അവിടേക്കും ശത്രുതക്ക് വന്ന് പിന്നെയും അവരെന്താണ് സഹാബത്തിനെ ആക്രമിക്കാത്ത. പിന്നെ ഇനിങ്ങൾ നോക്കിക്കണ്ട, പകരത്തിന് പകരം വീട്ടിൽ പോകുന്നല്ല പറഞ്ഞത്. അല്ലാതെ വാളാൽ പ്രചരിപ്പിച്ചൊരു മതൽ ഇസ്ലാം ഒരു നിരക്കും തന്നെ അത് ശരിയാവില്ല. ഉഹുദ് എന്ന് പറഞ്ഞാൽ മദീനയുടെ തൊട്ടടുത്ത് തന്നെയുള്ളത്. അവർ മക്കയിൽ നിന്നും അങ്ങോട്ട് വന്ന യുദ്ധത്തിന് വേണ്ടി, അല്ല റസൂൽ അങ്ങോട്ട് പോയതല്ല. അപ്പോൾ ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അള്ളാഹു യഹ്കും ബൈനഹും, അള്ളാഹ് നിങ്ങൾക്കിടയിൽ, അവർ ബൈനക്കും നിങ്ങൾക്കിടയിൽ അള്ളാഹ് വിധിക്കും. എന്നാൽ നിങ്ങൾക്കിടയിൽ അള്ളാഹ് വിധിക്കും, നിങ്ങൾക്കല്ല അവരുടെ ഇടയിൽ. അയ്യാൽ മോമിനിങ്ങളെ വൽ കാഫിറൂന, കാഫിരിങ്ങളെ നിങ്ങൾക്കിടയിൽ, മോമിനിങ്ങളെ കാഫിരിങ്ങളെ നിങ്ങൾക്കിടയിൽ അള്ളാഹു തആല വിധി പ്രഖ്യാപിക്കും എന്ന്. യൗമൽ ഖിയാമത്തി, അന്ത്യനാളിൽ. ഫീമാ, ഒന്നിൽ കുന്തും നിങ്ങളായിട്ടുണ്ട്. ഫീഹിയ, ഒന്നിൽ തഖ്തലിഫൂൻ, അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇപ്പം നിങ്ങളല്ലേ പറയുന്നത് ഞങ്ങളായിട്ട് ഉയർന്നവർ, ഒക്കെ അവിടെ വെച്ച് കാണാം. യൂല, പറയൽ കൊണ്ട് കൊല്ലുമിനെ പരീക്കം, രണ്ട് പാർട്ടിപ്പെട്ട ഓരോരുത്തരും ഖിലാഫ കൗലില്ലാതെ മറ്റുവാൻ്റെ വാക്കിനെതിരെ ഞങ്ങളാ ശരിയും നമ്മൾ പറയും, അവരുടെ ശരി അവർ പറയും. ഇതൊക്കെ നാളെ പരലോകത്തുനിന്ന് കാണാവുന്നതാണ് എന്ന് പറയുന്നത്.
അലം തഅലം നിങ്ങൾ അറിഞ്ഞിട്ടില്ലേ അലിസ്വാമിനി തഖ്ലീദിനെ സമ്മതിപ്പിക്കുക അറിഞ്ഞിട്ടുണ്ട് തഖ്ലീദ് സമ്മതിപ്പിക്കുക അലം തഅലം നിങ്ങൾ അറിഞ്ഞിട്ടില്ലേ അല്ലാഹു തആല യഅലമു അല്ലാഹുക്കറിയും മാ ഫിസ് സമാവാതി വൽ അർളി ആകാശ ഭൂമിയിലൊക്കെ അല്ലാഹുക്കറിയുമെന്ന് നിങ്ങൾ അറിഞ്ഞിട്ടില്ലേ ഇന്നദാലിക ഐമാദുറ ഇന്നദാലിക അതൊക്കെ ഐമാദുറ ഈ പറയപ്പെട്ടതെല്ലാം ഈ കിതാബിൻ ഒരു കിതാബിലുണ്ട് ഏതാ കിതാബ് ഐ ഹുവൽ മഹ്ഫൂദ് അതിലുണ്ട് എല്ലാ കാര്യം ലോകം പഠിച്ചത് മുതൽ അതിന് മുമ്പുള്ളതും പിന്നീടുള്ളതും ലോകം നിശ്ചയവും നശിക്കുന്നതും ശേഷം വരുന്നുള്ളതും എല്ലാം എന്തിനുണ്ട് മഹ്ഫൂദിലുണ്ട് പറയപ്പെട്ടതിന് അറിവാകുന്നത് അല്ലാഹുവിൽ യസീർ വളരെ എളുപ്പമുള്ളതാ സഹൽ എളുപ്പമുള്ളതാ വയഅ്ബുദൂന മുശ്രിക്കുകൾ ആരാധിക്കുന്നത് മിൻ ദൂനില്ലാഹി അല്ലാഹുവിനെ കൂടാതെ ആരാധിക്കുന്ന ആരാധ്യ വസ്തുക്കളുണ്ടല്ലോ മാലം യുനസ്സിൽ ഒരു വസ്തുവാണത് ലം യുനസ്സിൽ അല്ലാഹു ഇറക്കിയിട്ടില്ല ബിഹി ഇതിനിക്ക് അയിന് പ്രതിമകളാണ്ടോ അതിന് ഇറക്കിയിട്ടില്ല സുൽത്താൻ ലക്ഷ്യം അള്ളാഹു ലക്ഷ്യർക്കാത്തൊരു വസായനെ ആരാധിക്കുന്നത് തീരുമില്ല ആ വസ്തുവാണ് ഒമാലേശ്വരും അവർക്കില്ല ബിഹി ഇതിനെ സംബന്ധിച്ച ഇൽമുൻ അറിവില്ല അന്ന ആര്യത്തൻ അതൊന്നും ആര്യത്താന്ന് യാതൊരു അറിവുമില്ല ഈ ഉറപ്പെന്ന് ഒരു ഉറപ്പില്ല അവർക്ക് തന്നെ സംബന്ധിച്ചിട്ട് ഇപ്പം എന്താ ഒരു പാറക്കല്ല് അല്ലെങ്കിൽ സ്വർണ്ണക്കല്ല് അല്ലെങ്കിൽ വെള്ളിക്കല്ല് ഇതെന്തിപ്പോൾ സായിനും തോമനും ജീവുണ്ടോ അവർക്ക് തന്നെ ശക്കുണ്ട് പിന്നെ അങ്ങനത്തെ അവർക്ക് ഉറപ്പില്ല അത് തീർച്ച പിന്നെ മനസ്സിൽ പിന്നെ എന്തൊക്കെയോ പിന്നെ വെപ്രാളം ബീസ് കൂടിയിട്ട് ശേത്താൻ കൂടിയിട്ട് അങ്ങോട്ട് കാട്ടി കൊടുക്കുക അതുകൊണ്ട് അതിലൊരു വിശ്വാസം അവർക്കില്ല ശിർക്കുകളുണ്ട് മുൻ അക്രമികൾക്കില്ല മിന്നസി യാതൊരു സായിലവർ ഉൽമ ചെയ്യുന്നത് അല്ലാത്തവർക്ക് ആരാധിക്കുന്നത് അക്രമം അങ്ങനെ യംനൗഅന്നും അല്ലാഹുവിന് അദാബിനെ തടയുന്നത് സഹായം ഉണ്ടാവൂല പരലോകത്ത് വൈദാ തുത്ലാ അലൈഹിം അല്ലാഹു പറയാ അവരെ മേലെങ്ങാനും ഓതപ്പെട്ട് ആയാത്തുനാ മിനൽ ഖുർആനിലുള്ള നമ്മുടെ ആയത്തുകൾ ബൈനാത്തിൻ വളരെ വ്യക്തമായ രീതിയിൽ ഹാലാണ് ലാഹിറാത്തിൻ വെളിവാതിലേക്ക് ഹാലായിട്ട് വായിക്കണം ഹാലുൻ താരിഫോ നിങ്ങൾക്കറിയും ഈ മുജൂഹില്ലതിന് കഫറോ കാഫിര്യങ്ങളായ ഓരോരുത്തർക്കുള്ള മുഖത്തിൽ നിങ്ങൾക്ക് അറിയാൻ കഴിയും അൽ മുൻകറ പരിഹാസത്തെ നമ്മൾ ഖുർആൻ ഓതുമ്പോൾ ഒരു ഇങ്ങനെയുള്ള പരിഹാസം ഉണ്ടാകും അയൽ ഇൻകാര പരിഹാസത്തിന് ഈ ഖുർആൻ ഈ പറയപ്പെട്ടതായ ആയാത്തിനെ ആയാത്തിനക്ക് ഐ അസറുഹു അതിന് അടിയാളം കാണും മുഖത്ത് മിനൽ കറാത്തി വെറുപ്പിനാൽ ഇടാത്ത വെറുപ്പ് അവർക്കുണ്ടാകും വൽ അബൂസി മുഖം ചുളിക്കലും ഉണ്ടാകും അബൂസ് ഉണ്ടാകും മുഖം ചുളിക്കാൻ യകാദൂന അവരടുത്താകും യസ്തൂന അവർ എന്താണ് കൈകാര്യം ചൊല്ലിക്കടുത്താകും ബില്ലദീന ഒരുത്തരെ യത്രൂന അവർ ഓർന്ന് അറിയും പറയുന്ന ഒരാത്തിന് നമ്മളായത്ത് അവർ ആരമില്ല ഊരി കൊടുക്കുന്ന ഓരെ കൈകാര്യം ചെയ്യേണ്ടതായ ഒരു പ്രചോദനം ഇവരെ മനസ്സിലുണ്ടാകുന്നുണ്ട് യകാദൂന അവർ അടുത്താകും യസ്തൂന അവരെന്താണ് വീഴലിക്കുന്നുണ്ട് കൈകാര്യം ചെയ്യുന്നക്ക് ബില്ലദീന ഒരുത്തരെ യത്രൂന അവർ ഓതി കൊടുക്കും അറിയും അവർക്ക് ആയാത്തിന് നമ്മളെ ദൃഷ്ടാന്തം അപ്പോൾ അവരൊന്ന് ആക്രമിക്കാനുള്ളതായ ഒരു ചിന്താഗതി യഖഊന അവർ വീഴും ഫീഹിം അവരിൽ പിടിക്കൽ കൊണ്ട് അങ്ങ് പിടിച്ച് അങ്ങ് തള്ളിടാനുള്ളതായ സ്ഥിതി അവർക്ക് അങ്ങ് തോന്നുന്നുണ്ട് തോന്നുന്നത് ഉൽ നബിയെ തങ്ങൾ പറയുക അപ്പോൾ ഉനബിക്കുന നിങ്ങളോട് പറയട്ടെയോ ബിശ്ദ്ദിമിന്ദാരിക്കും നിങ്ങൾ ഇതിനേക്കാൾ ഷർറായതിന് അക്രഹിയിലേക്കും നിങ്ങളെ മേലെ ഏറ്റവും വെറുപ്പുള്ള കാര്യം ഇന്നൽ ഖുർആനേക്കാൾ വെറുപ്പുള്ള കാര്യം വേറെ മക്കളെ അതേതാ അൽ മത്ലുകാരിക്കും നിങ്ങൾ മേൽ ഓതപ്പെട്ടായി ഖുർആനേക്കാൾ വെറുപ്പുള്ളത് അത് നരകമാ വഅദഹല്ലാഹു ആ നരകത്തെ അല്ലാഹു വാഗ്ദാനം ചെയ്തു അല്ലദീന കഫറു അവിശ്വാസികൾക്ക് യന്ന മസീറഹും അവർക്കുള്ളതായ ജന്നത്തുൽ ഇലിയ നരകത്തിലേക്കാണ് എന്ന് വബീസൽ മസീർ ആ മടക്കം മസീർ എന്ന ആ മടക്കം വളരെ ചീത്ത ഈ കൊണ്ട് ഹാസാക്കപ്പെട്ട നരകമാവുന്നു വബീസൽ മസീർ ആ മടക്കം വളരെ ചീത്ത ആ ജന്നത്തിന് വളരെ ചീത്ത ഈ കൊണ്ട് ഹാസാക്കപ്പെട്ട നരകമാകുന്നു. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.